പ്രൈസ് ലോർഡ്. ഞാൻ പിള്ളേരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജോഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. അപ്പം റോബ് ബ്രദർ ആദ്യം തുടങ്ങിയപ്പം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം നമ്മളാരും കൊലപാതകികളോ വ്യഭിചാരികളോ അങ്ങനത്തെ പാവമൊന്നും ചെയ്യുന്നവരല്ല. അത് നമ്മൾ പറയുമ്പം ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്. ന്യായപ്രമാണത്തിൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താ? ആശ്ചര്യമായിട്ട് ഒരാളെ കൊല്ലുന്ന. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, കോപിക്കുന്നത് പകയ്ക്കുന്നത് കൊലപാതകത്തിന് തുല്യ. നമ്മളാരും അങ്ങനെ ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്യുന്നവരാ. സഹോദരനെ പഴിക്കുന്നവനെല്ലാം കൊലപാതകനാ. പക്ഷെ പഴയ നിയമ കാലഘട്ടത്തിലാണ്, ന്യായപ്രമാണ യുഗത്തിലാണെങ്കിൽ ആശ്ചര്യമായിട്ട് ഒരാളെ കൊന്നാൽ മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം അതങ്ങനല്ല, നേരെ വ്യത്യസ്തമായ കാര്യങ്ങൾ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ സഹോദരനോട് പകയുണ്ടെങ്കിൽ നമ്മൾ കൊലപാതകനാണ്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം അവളോട് ഹൃദയം കൊണ്ട് വിചാരം ചെയ്തു. പഴയ നിയമകാലത്ത് അങ്ങനെ ആയിരുന്നില്ല, ആശ്ചര്യമായിരുന്നു. പക്ഷെ പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ ഉള്ളിലുള്ള കാര്യം, യോശുവ അതാ പറഞ്ഞേ, പുറമേ പലതും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ എൻ്റെ ഉള്ള പ്രശ്നം. നമ്മുടെ എല്ലാം വിഷയം അത് തന്നെയാണ്. ഇപ്പൊ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ജോഷ് എടുത്തു പറഞ്ഞൊരു കാര്യം, അത് ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്, പുറമേ അല്ല, ഉള്ളിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അസ്ഥായിയായിട്ടുള്ളൊരു കാര്യം, അകത്തു നിന്ന് ആരംഭിക്കുന്ന കാര്യങ്ങളാണ്. ദൈവപ്രവൃത്തി എപ്പോഴും ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. പഴയ നിയമകാലത്തെ സമാന കൂടാരം ഉണ്ടാക്കുമ്പം ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നറിയോ? അതിപരിസ്ഥലത്തുള്ള നിയമപ്പെട്ടകമാണ്. അവിടുന്ന് പുറത്തോട്ടുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തത്. പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പരീക്ഷന്മാരോട് കർത്താവ് പറഞ്ഞു, ആദ്യം നിങ്ങളുടെ അകം നന്നാക്ക്, അപ്പം പുറം ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം പുറം നന്നാക്കാനാണ്, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ. ഇപ്പം നമ്മൾ വീട്ടിൽ തനിയായിരിക്കും, ഭാര്യയും ഭർത്താവും പിള്ളേരൊക്കെ തനിയായിരിക്കുമ്പം നമ്മുടെ ഒറിജിനൽ സ്വഭാവം നമ്മൾ കാണിക്കുന്നത്. പക്ഷേ അവിടെ വേറൊരു സഹോദരനോ സഹോദരി ഉള്ളപ്പോഴോ, അപ്പോൾ സാം പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നു. അന്നേരം നമ്മൾ ഒറിജിനൽ മറച്ചു വെക്കും. എന്നിട്ട് അവരെ കാണിക്കാനായിട്ട് അവരുടെ മുമ്പിൽ നന്നായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, വാക്കൊക്കെ സൂക്ഷിച്ച് പറയും, പരസ്പര സ്നേഹമുണ്ടെന്നൊക്കെ കാണിക്കും. പക്ഷെ നമ്മൾ തന്നെ ആയിരിക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് നമ്മളിന്ന് പുറത്തു വരുന്നതാണ്. ഇതിനെ മാറ്റാനായിട്ട് ദൈവം എന്താ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ഇപ്പൊ സാം പറഞ്ഞപ്പം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. ഞാൻ എൻ്റെ ആ രണ്ട് കാര്യമാണ് സാം പറഞ്ഞത്. ഒന്നെന്താ, ബിഹേവിയറും നേച്ചറും. ക്യാരക്ടർ അല്ലെങ്കിൽ നേച്ചർ, നമ്മുടെ യഥാർത്ഥ സ്വഭാവം. മറ്റൊന്ന് നമ്മുടെ പെരുമാറ്റം. ദൈവത്തിൽ ഏതിനെയാ മാറ്റുന്നേ? സ്വഭാവത്തെയാ മാറ്റുന്നത്. സ്വഭാവം മാറുമ്പോൾ എന്ത് സംഭവിക്കും? പെരുമാറ്റം തന്നെ മാറും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? പെരുമാറ്റത്തെ നന്നാക്കാനും ശ്രമിക്കുക. അത് സാധ്യമാണ്. അതാകാത്ത ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണ്. ശരിക്കും ദൈവം എന്താ ചെയ്യുന്നത്? ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമെല്ലാം വേരോടെ പിഴുത് എന്ന് പറഞ്ഞാൽ അത് ഏതാ ഈ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം? ജഡം. ജഡം. നമ്മൾ എന്നിട്ട് ചെയ്യുന്നൊരു കാര്യം, ജഡത്തിലുള്ള ചില ഫലങ്ങളെ നന്നായിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ജഡത്തിൽ റോമർ 7 അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, എന്നിൽ എന്ന് വെച്ചാൽ ജഡത്തിൽ ഒരു നന്മയില്ല. നന്മയില്ലെന്ന് മാത്രമല്ല, അതിന് തിന്മയുള്ളൂ. പക്ഷെ ദൈവമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഇന്ന് സാം പറഞ്ഞ പോലെ, യോഹന്നാൻ 15 പറഞ്ഞ പോലെ, കാട്ടൊലിവായിരുന്നു നമ്മളെ, റോമാലേഖനത്തിലും ഒക്കെ പറയുന്നുണ്ടത്, നമ്മളെ അവിടുന്ന് മുറിച്ചെടുത്തു. ആദാമിൽ നിന്ന് നമ്മളെ മുറിച്ചെടുത്തു. ആദാമിൽ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം, എന്തെങ്കിലും ഒരു വൃക്ഷത്തിന്റെ കമ്പ് നമ്മൾ വെട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ആ വൃക്ഷമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് നമ്മളെ മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? കർത്താവാകുന്ന ഒലിവുമരത്തിൽ കൊണ്ട് ഒട്ടിച്ചു. എങ്ങനെ ഒട്ടിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്? സ്വഭാവത്തിന് വിരുദ്ധമായി ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആദാമ്യ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് നമ്മളെ കൊണ്ട് ക്രിസ്തു ആകുന്ന ആ ഒലിവിൽ കൊണ്ട് ഒട്ടിച്ചു. അപ്പൊ നമ്മളിലേക്ക് ഇനി വരുന്ന രസം ഏതാ? നല്ല ഒലിവുമരത്തിന്റെ വേരിൽ നിന്ന് വരെ രസം നമ്മളിലൂടെ വന്നിട്ടാണ് ഫലം ഉളവാക്കുന്നത്.
അത് നാച്ചുറലാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒരു ശ്രമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദാമിലായിരുന്നപ്പോൾ നമ്മളെങ്ങനെ ഫലം കായ്ച്ചേ? നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിനുളവാകുന്ന പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു വന്നു. റോമറിയില്ലാതാ പറയുന്നത്. അപ്പം നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് മരണത്തിൻ്റെ ഒരു ഫലം നമ്മളിന്ന് പുറത്തേക്ക് വന്നു. അതെന്താ? കോപവും ഈർഷ്യയും ശാഠ്യവും ഭിന്നതയും പകയും പിണക്കവും ജാരശങ്കയും ഇതൊക്കെയാ സ്വാഭാവികമായിട്ടാണ് വരുന്നത്. നമ്മൾ ശ്രമം നടത്തണ്ട. വേണോ? കോപിക്കാൻ ശ്രമം നടത്തണം. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാണുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടാണ് നമ്മൾ കോപിക്കുന്നത്. ഇല്ല, നമ്മൾ മുറിപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചടിക്കുന്നത് എങ്ങനെയാ? ഒരു ശ്രമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നാച്ചുറലായിട്ടാണ് തിരിച്ചടിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദാമിലായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. നമ്മളെ അവിടുന്ന് മുറിച്ചെടുത്ത് ക്രിസ്തുവിൽ കൊണ്ട് ഒട്ടിക്കുമ്പോഴും എങ്ങനെയാണ് സംഭവിക്കുന്നത്? നാച്ചുറലായിട്ടാണ് സംഭവിക്കുന്നത്. കാരണം ക്രിസ്തുവിലുള്ളത് നമ്മളിലൂടെ പുറത്തേക്ക് വരിക. മറ്റേ ആദാമിലുള്ളത് നമ്മളുടെ പുറത്തേക്ക് വന്നു. എന്താ നമ്മളെ കൊണ്ട് അവിടെ ഒട്ടിച്ചതിനെ കുറിച്ച് പറയുമ്പം റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒട്ടിച്ചെന്നാ? സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ഒട്ടിച്ചു. അപ്പോൾ നമുക്കറിയാം, ഈ ബഡ്ഡിങ്ങിൻ്റെ ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ഒട്ടിക്കുന്നു അതിൻ്റെ ഫലമാണ് ഉണ്ടാകുന്നത്. ഒട്ടിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലമല്ല. നമുക്കറിയാം, നല്ല നല്ല ഒരു 105-ൻ്റെ കണ്ണെടുത്തിട്ട് ഒരു നാടൻ മരത്തെ കൊണ്ട് നമ്മൾ പിടിപ്പിച്ചിട്ട് ആ 105-ൻ്റെ കണ്ണ് വളർന്നു വന്നിട്ട് 105-ൻ്റെ ഫലമാണ് തരുന്നത്, നാടൻ്റെ ഫലമല്ല തരുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടാണ് ഒട്ടിച്ചത്. സ്വാഭാവികമായിട്ട് ഒട്ടിച്ച ഏതാ വരുന്നത്? നമ്മുടെ സ്വന്തം ഫലമായിരുന്നു വരണ്ടേ. അവിടെ നമ്മളെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതുകൊണ്ടാണ് റോമർ 6 നമ്മൾ വായിക്കുക, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മൾ പഴയ മനുഷ്യനെ ക്രൂശിച്ചു, ജഡത്തെ രാമോഹങ്ങളോടെ ക്രൂശിച്ചു, പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് നമ്മളിൽ വന്നിരിക്കുന്ന പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? എഫെസ്യരിൽ വായിക്കുന്ന കൊലോസ്യർ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പം നമ്മൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം. നമ്മൾ പലപ്പോഴും എന്താ പറയുക, നമ്മൾ തന്നെ ഇങ്ങനെ അസ്യൂം ചെയ്യുക, ഊഹിക്കുക, ഇപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നും എനിക്ക് ഇല്ല. പക്ഷെ സത്യം എന്താ? ഉണ്ടെന്നുള്ള കാര്യമാണ് സത്യം. ഉണ്ട്. ഇപ്പം പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്കൊരു പാപബോധം തരുന്ന പ്രക്രിയ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ. നമ്മളൊരു പാപികളാണെന്നുള്ള ബോധ്യം. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ പറഞ്ഞപ്പം കഴിഞ്ഞ ആഴ്ച കാര്യമായ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയുമ്പോൾ നമ്മുടെ ആന്തരിക കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ്. തുറന്നിട്ടുണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? കുഴപ്പമേ ഉള്ളൂ. നമ്മുടെ ചിന്തകളിൽ മുഴുവൻ എന്താ ഉള്ളത്? ചിന്തകളിൽ മുഴുവൻ കുഴപ്പമാണുള്ളത്. നമ്മുടെ ചിന്തകളിൽ എന്താ ഉള്ളത്? നമ്മളോട് എന്ത് ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കൊലോസ്യർ 3-ാം അധ്യായത്തിൽ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. പക്ഷെ നമ്മുടെ ചിന്തകളുടെ ഉയരത്തിലുള്ളതായിരുന്നോ? അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കുഴപ്പത്തിലാണ് നമ്മൾ ജീവിച്ചത്, പക്ഷെ നമുക്കത് കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം. ഈ കുഴപ്പം എന്താണെന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പം ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുമ്പോൾ ഒന്നാമത് നമ്മുടെ കുഴപ്പമാണ് നമ്മളെ കാണിക്കുന്നത്. എന്നിട്ട് എന്ത് പറയും? ഇപ്പം ആരായിരുന്നു? ജോഷാണോ അല്ല ജോയലാണോ ജോബലാണോ പറഞ്ഞു, എബ്രായർ 12 ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? അതിനാൽ തഴക്കം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. മത്തായി 5 കർത്താവ് എന്താ പഠിപ്പിച്ചേ? നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി ലഭിക്കും. അപ്പൊ നീതി എങ്ങനെ കിട്ടുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ശിക്ഷ അല്ലേ? ഈ ശിക്ഷയിലൂടെയാണ് നമ്മളെ നീതിയിലേക്ക് നടത്തുന്നത്. അപ്പം നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ ഒരു തരത്തിൽ പറഞ്ഞ ഈ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം. നമ്മൾ എത്ര പേർക്ക് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട്? തിരുത്തപ്പെടാനും ശാസിക്കപ്പെടാനും ഒക്കെയുള്ള ആഗ്രഹം നമ്മൾ എത്ര പേർക്കുണ്ട്? അല്ലെ? ഈ പുതിയ മനുഷ്യന്റെ പ്രത്യേകത എന്താ? സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, നീതിമാനെ അടിക്കുന്നതിൻ്റെ തലയ്ക്ക് എണ്ണ. ഈ ശാസന ശിക്ഷയൊക്കെ ആ നിലയിലാണോ നമ്മൾ കാണുന്നത്? അവിടെ തന്നെ പറയുന്നത് എബ്രായ 12 ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രയെന്ന് തോന്നും. ആർക്കാ തോന്നുന്നത്? നമ്മുടെ ജഡത്തിനാ തോന്നുന്നത്. ആത്മാവിന് എന്താ തോന്നുന്നത്? ഇത് അനുഗ്രഹമാണെന്നാ തോന്നുന്നത്. നമ്മുടെ ജഡത്തിന് എന്ത് തോന്നും? ഇത് ദുഃഖകരമാണെന്ന് തോന്നും. നമ്മൾ അങ്ങനെ തന്നെ ഇത് വായിക്കണം. ദുഃഖകരമെന്ന് തോന്നുമെന്നാ. തോന്നല്ല യാഥാർത്ഥ്യമായിക്കണമെന്നില്ല. ആണോ? ഇല്ല, നമ്മുടെ തോന്നലുകളൊന്നും യാഥാർത്ഥ്യമല്ല. ജഡത്തിൽ നിന്ന് വരുന്ന തോന്നലുകളൊന്നും യാഥാർത്ഥ്യമല്ല. പിന്നെ ഏത് തോന്നലാ യാഥാർത്ഥ്യമായിട്ടുള്ളത്?
ആത്മാവിന്റെ ചിന്തകൾ മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. നമ്മുടെ ജഡത്തിന്റെ ചിന്തയെല്ലാം മരണം. റോമർ 8 അതാ നമ്മൾ വായിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ നമ്മുടെ ക്രിസ്തീയത്തിന്റെ വഴികളിൽ നമ്മളെപ്പോഴും യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം. മത്തായി 5:3 കർത്താവ് എന്താ പറഞ്ഞത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താ അതിന്റെ അർത്ഥം? നമ്മൾ കർത്താവുമായിട്ടാണ് നമ്മളെ താരതമ്യപ്പെടുത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളെങ്ങനെ താരതമ്യപ്പെടുത്തുന്നത്? പരസ്പരം, അല്ലേ? ഒരു സഹോദരൻ താരതമ്യപ്പെടുത്തുമ്പോൾ സഭയിലുള്ള മറ്റു സഹോദരന്മാരെ നോക്കിയിട്ട് ചുങ്കക്കാരൻ അല്ല പരീശം പ്രാർത്ഥിച്ചോ ഇവരെ പോലും ഒന്നും അല്ല ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് എനിക്ക് ഇവരെക്കാളൊക്കെ എന്തേ മെച്ചങ്ങളുണ്ട്, കുറച്ചൊക്കെ അറിയാം, ഞാൻ കുറെ കൂടെ നല്ല രീതിയിൽ ജീവിക്കുന്ന. അത് നമ്മൾ മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ്. പക്ഷെ നമ്മൾ കർത്താവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴോ? യെശയ്യാ പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ യെശയ്യാവ് മറ്റുള്ളവരുമായിട്ട് തന്നെത്താൻ താരതമ്യപ്പെടുത്തി. എന്നിട്ട് ഒത്തിരി പേരെ കുറിച്ച് പറയുന്നത് എന്താ? അവർക്കയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരമാണ് കർത്താവിൻ്റെ ഒരു ദർശനം അവന് കിട്ടി. കർത്താവിനെ കണ്ടു. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എനിക്കയ്യോ കഷ്ടം. അപ്പൊ നമ്മുടെയും ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു 30 പിള്ളേരുണ്ടെങ്കിൽ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഫലമൊക്കെ വരുമ്പം പിള്ളേരെങ്ങനെ താരതമ്യപ്പെടുത്തുന്നേ? തമ്മിലാ, അല്ലേ? എനിക്ക് ഇപ്പം 25 മാർക്ക് കിട്ടി. അപ്പം എനിക്ക് എന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയവരുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തത്തില്ല. പിന്നെ ആരുമായിട്ടാണ് ഞാൻ താരതമ്യപ്പെടുന്നത്? എന്നേക്കാൾ കുറഞ്ഞു കിട്ടി, അവനേക്കാളും ഇവനേക്കാളൊക്കെ എനിക്ക് കിട്ടി, എനിക്കൊരു തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ആത്മീയത്തിലും പലപ്പോഴും നമുക്ക് അതാ സംഭവിക്കുന്നത്. സാറിന് ഒരു ഭർത്താവ് ഭാര്യയുമായിട്ട് തന്നെ താരതമ്യപ്പെടുത്തും, അല്ലെ ഭാര്യ ഭർത്താവുമായിട്ട്. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താ? ഭാര്യ പറയും ഭർത്താവിനേക്കാളൊക്കെ, പറയല, നമ്മുടെ ഉള്ളിലൊരു മനോഭാവമുണ്ട്, ഞാനാ കുറെ കൂടെ മെച്ചം. തിരിച്ചും അങ്ങനെയുള്ളവരെ കർത്താവിന് സഹായിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മത്തായി 5:3 പറയുന്ന ആത്മാവിൽ ദരിദ്രരായ. ആ ദരിദ്രാവസ്ഥ എന്തുവരെയുണ്ട്? മരണം വരെയുണ്ട്. എന്നും തനിക്ക് തന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? കർത്താവ്, ഞാൻ ദരിദ്രനാണ്, അരിഷ്ടനാണ്, എന്നോട് കരുണ തോന്നണം. ഈ സമ്പന്നതയുടെ നിലപാട് വരുന്നിടത്ത് എന്താ നമുക്ക് സംഭവിക്കുന്നത്? കർത്താവ് സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ സമ്പന്നന്മാരെ, ലൂക്കോസ് സുവിശേഷം ആദ്യ ഭാഗത്താണ് അത് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞതല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ ദരിദ്രന്മാർക്ക് വാരി വിതറിക്കൊടുക്കുന്നു, സമ്പന്നന്മാരെയോ വെറുതെ അയച്ചു കളയുന്നു. അപ്പൊ നമ്മളൊരു മീറ്റിംഗ് പങ്കെടുത്തതിന് ശേഷം നമ്മൾ ദരിദ്രനായിട്ടായിരിക്കുന്നെങ്കിൽ നമ്മൾ നിറഞ്ഞവരായിട്ടാണ് പോവുക. പക്ഷെ നമ്മൾ സമ്പന്നന്റെ മനോഭാവത്തിലാണല്ലോ, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു നല്ല അഭിപ്രായമൊക്കെ ഉള്ളെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ ശൂന്യനായിട്ടാണ് പോകും, ഞാൻ വെറുതെ പോകും, എനിക്കൊന്നും കിട്ടത്തില്ല. പക്ഷെ ഞാൻ ദരിദ്രനാണോ അരിഷ്ടനാണോ എന്നുള്ള മനോഭാവത്തിലാണല്ലോ, എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ തോന്നുന്ന ചിന്തയാ പറഞ്ഞു, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ്. നമ്മൾ കർത്താവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴോ നമ്മൾ എന്ത് പറയും? ഞാൻ എങ്ങും എത്തിയിട്ടില്ല കർത്താവ്, ഞാനൊന്നും ആയിട്ടില്ല. പലപ്പോഴും സാത്താൻ നമ്മുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തും. അതിന്റെ അനന്തരഫലം നമ്മൾ ഒരു സമ്പന്നതയുടെ വഞ്ചനയിൽ ജീവിക്കും. നമ്മൾ സമ്പന്നരല്ല യഥാർത്ഥത്തിൽ. പക്ഷെ 3:18 എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് അങ്ങനെ പറഞ്ഞവരെ നോക്കിയിട്ട് പറയുന്നത്, നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, നഗ്നനാണ്, കുരുടനാണ് എന്ന് നീ അറിയാതിരിക്കാൻ. നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയുന്നില്ല. എന്താ അതിന്റെ കാരണം? ഈ ആത്മീയ നഗ്നത എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന. ആത്മീയനായിട്ട് ഒരാൾ നഗ്നനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നഗ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യ രീതി നമുക്കറിയാം, വസ്ത്രമില്ലാതിരിക്കുക. അപ്പൊ ആത്മീയമായിട്ട് വസ്ത്രമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ ആത്മീയ വസ്ത്രം എന്താ? കർത്താവിന്റെ സ്വഭാവമാണ്. കർത്താവിന്റെ സ്വഭാവം ഈ ആത്മീയ വസ്ത്രം എന്ന് പറയുന്നത്. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ എഴുതുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ,
സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യനും പൊറുക്കി ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെ ആത്മീയ നഗ്നതയിൽ നിന്ന് വിടുവിക്കുന്നത്. അതില്ലാത്തിരിക്കുന്ന ആളാണ് ഇപ്പൊ മനസ്സിലുമില്ല, ദയയില്ല, താഴ്മയില്ല, സൗമ്യതയില്ല, ദീർഘക്ഷമയില്ല, സ്നേഹമില്ലാത്ത ഒരാളാരാ? ദൈവമുമ്പാകെ നഗ്നൻ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ എന്താ തോന്നുന്നത്? എനിക്കങ്ങനെ ഞാൻ നല്ല വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ളതാണ്. ശരിക്കും ദൈവമുമ്പാകെ നഗ്നത എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ സ്വഭാവമുള്ളവരാണ് നഗ്നൻ. കോപവും ക്രോധവും ശാഠ്യവും ഭിന്നതയും അസൂയയും പകയും പിണക്കവും ഒക്കെ ഉള്ളവരാണ് നഗ്നൻ. അവൻ ദൈവം നോക്കുമ്പോൾ അവൻ നഗ്നനാണ്. ആ നഗ്നത പരിഹരിക്കപ്പെടുന്നത് എപ്പോഴാ? ദൈവസ്വഭാവമാകുന്ന വസ്ത്രം നമ്മൾ ധരിക്കുമ്പോഴാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് അതുപോലെ പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്ത് ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും അന്യനും കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ താഴ്മയുള്ള ഒരാളെ ദൈവം നോക്കുമ്പോൾ എങ്ങനെയാ കാണുന്നത്? വസ്ത്രമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അവൻ നഗ്നനല്ല ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ. പക്ഷെ ഒരു മനുഷ്യൻ നോക്കുമ്പം താഴ്മയുള്ള ഒരാളെ മാനുഷിക രീതിയിൽ അവരെങ്ങനെയാ പറയുക? അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയില്ലേ? അത്രയും താഴ്മയൊന്നും പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് നോക്കുമ്പം നമ്മൾ ധരിക്കേണ്ട ഒരു വസ്ത്രം ഈ പറഞ്ഞ ദൈവിക സ്വഭാവമാകുന്ന വസ്ത്രമാണ്. അവിടെ വെളിപ്പാട് 3:15 പറഞ്ഞിരിക്കുന്നത് നീ നിർഭാഗ്യവാനാണ്, ഭാഗ്യമില്ലാത്തവനാണ്. ആരാ ഭാഗ്യമുള്ളതെന്ന വചനം പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ ആത്മീയ സമ്പന്നതയുള്ള ഒരാളാണ് ആളെ നോക്കിയിട്ടാ ദൈവം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമ്പന്നത മനോഭാവമുള്ള ആളെ നോക്കിയിട്ടാ നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്. ആരാ ദൈവം ഭാഗ്യ അരിഷ്ടൻ? ആരാ ദൈവം നോക്കുമ്പോ അരിഷ്ടനാന്ന ഒരാളെ കുറിച്ചാ പറയുന്നത്? ഈ ആത്മീയ സമ്പന്നത നടിക്കുന്നവരെ കുറിച്ചാ. ആത്മീയമായിട്ട് ഒന്നും ഇല്ലാതിരിക്കുക എന്തൊക്കെയോ ഉണ്ടെന്ന് ചിന്തിക്കുന്നത്. നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, കുരുടനാണ്. ആത്മീയ അന്ധത എന്ന് പറഞ്ഞ ഏതാ? 2 പത്രോസ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയില്ലാത്ത 10-ാം വാക്യം, ഇവയില്ലാത്തവനോ കുരുടനത്രേ. 2 പത്രോസ് 1:10 9. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ, തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാലല്ലേ അടുത്തുള്ളത് മാത്രമേ കാണത്തുള്ളൂ, അകലോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല. അകലേക്ക് നോക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉയരത്തിലേക്ക് നോക്കുക എന്നുള്ളത്. അവൻ ഉയരത്തിലെ ഒന്നും കാണാൻ പറ്റുന്നില്ല, പിന്നെ ഇവിടെ ഉള്ളതേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെയുള്ളത്, ഈ ലോകത്തിലുള്ളതേ കാണാൻ പറ്റുന്നുള്ളൂ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുമ്പിലുണ്ടായിരുന്ന പല പാപങ്ങളും ഇന്ന് അവന്റെ ജീവിതത്തിൽ ഇല്ലാന്നാ. അപ്പൊ നമുക്ക് ഏതൊക്കെ പാപം മുമ്പുണ്ടായിരുന്ന ഏതൊക്കെ പാപം നമ്മളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും? നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ്, കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെങ്ങനെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത്? ഞാൻ പാപിയായ മനുഷ്യനോട് കരുണ തോന്നണം. അന്ന് നമ്മളിൽ ഉണ്ടായിരുന്ന പാപങ്ങളിൽ ഏതൊക്കെയാ ഇന്നില്ലാത്ത? ഈ പാപം എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവർത്തികളാണ്. നമ്മൾ തീത്തോസി വായിക്കുന്ന മുമ്പേ, തീത്തോസിൻ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3 വാക്യങ്ങളാണ്. തീത്തോസ് 3:3 മുതൽ, മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം. ഇന്നോ? മുമ്പേ എന്നാ പറഞ്ഞിരിക്കുന്നില്ലേ? മുമ്പേ നാമും. പക്ഷെ ഇപ്പോഴോ? ഈ പറഞ്ഞൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ടോ? ബുദ്ധികേടുണ്ടോ? നമ്മൾ ബുദ്ധികേടുണ്ടോ? ബുദ്ധികേടിനെ കുറിച്ച് പറയുന്നത് മരണത്തിന് യോഗ്യമായൊരു പാപമാണ് ബുദ്ധികേടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധി ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. യഹോഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഭയം. അപ്പൊ ദൈവത്തോടെ ഒരാൾക്ക് ഭയം ഉണ്ടോ ഇല്ലെന്ന് നമ്മളെങ്ങനെ അറിയുന്നേ? നമ്മൾ പറയും ദൈവഭയം ഉള്ളവരാന്നൊക്കെ പറയും, പക്ഷെ അതെങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? സാക്ഷ്യവാക്യങ്ങൾ
8-ാം അധ്യായം 13-ാമത്തെ വാക്യം. സദൃശ 8:13 നമ്മളിങ്ങനെ വായിക്കുന്ന, യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ വഹിക്കുന്നു. അപ്പൊ യഹോഭക്തി, ഒരാൾക്ക് ദൈവഭയം ഉണ്ടെന്നുള്ള തെളിവെന്താ? പാപത്തെ വെറുക്കും. ഇപ്പം ദൈവഭക്തിയായ ഒരു സഹോദരിയാന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അടയാളങ്ങൾ എന്താ? ഭർത്താവിനെ ബഹുമാനിക്കും, ആദരിക്കും, ഭയപ്പെടും, അനുസരിക്കും. ഇതൊന്നും ഇല്ലാതിരിക്കുകയും ദൈവഭക്തി എന്ന് പറയുകയും ചെയ്താൽ ഒരു വഞ്ചനയാണ്. ഇപ്പൊ നമുക്ക് ദൈവത്തോടുള്ള ഭയം ഉണ്ടെന്നുള്ള തെളിവെന്താ? നമ്മൾ പാപം വിട്ട് ഓടും. പക്ഷെ ഇവിടെ തീത്തോസി പറഞ്ഞിരിക്കുന്ന മുമ്പേ എന്നാ പറഞ്ഞിരിക്കും, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളവരായിരുന്നു. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിലും അതിനോട് സമാനമായ ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ, കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളാണ്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളെ മരിപ്പിക്കുക നിമിത്തം ദൈവകോപം നിങ്ങൾ അനുസരണക്കടമയിൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഉപയോഗിക്കുകയും വിട്ടുകളവീൻ. അവയിൽ എന്താണ് പറഞ്ഞത്? അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ, 7-ാം വാക്യം, നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങൾ എന്ത് ചെയ്യണം? കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഉപയോഗിക്കുകയും വിട്ടുകളവിൽ അന്യോന്യം പോഷ്ക്ക് പറയരുത്. ഇപ്പൊ നമ്മൾ പോഷ്ക്ക് പറയാറുണ്ടോ? നമ്മൾ വ്യാജഭാവം ഉണ്ടോ? അല്ലേ? നമുക്കറിയാം, പുതിയ സഭയിൽ ആദ്യമായിട്ട് ദൈവം കൈകാര്യം ചെയ്തൊരു പാപം ഏതായിരുന്നു? വ്യാജമായിരുന്നു, വ്യാജഭാവം. അനന്യാസും സഫീറയും. അവരെന്താ വ്യാജഭാവം കാണിച്ചേ? ഒരു വിലയ്ക്ക് വിറ്റിട്ട് അതിന് പകുതി കൊണ്ട് കൊടുത്തിട്ട് ഇത്രയൊക്കെയാണ് നിങ്ങൾ വിറ്റേന്ന് പറഞ്ഞു. അനന്യാസ് അത് പറഞ്ഞു. അന്യാസ് മരിച്ചു. കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയാണ്ട് ഭാര്യ കയറിയെന്ന് ഭാര്യയോട് ഈ പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കാണോ വിറ്റേ? പുള്ളിക്കാരി എന്ത് പറഞ്ഞു? രണ്ടുപേരും പറഞ്ഞു ഒത്തിട്ടാ വന്ന്, ഇത്രയ്ക്കാ വിറ്റേന്ന് പറഞ്ഞു. അവളും മരിച്ചു. ഇല്ലേ? നമ്മുടെ ഒരു എന്താ, അവർക്ക് ശരിക്കും അവരുടെ തന്നെയായിരുന്നു അത്. അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയാ, ഞങ്ങൾ ഇത്രയ്ക്കാ വിറ്റേ, പക്ഷെ ഇത്രേ തരുന്നുള്ളൂ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അവർ കാണിച്ചൊരു വ്യാജം എന്താ? മുഴുവൻ ഉണ്ടെന്നുള്ള നിലയിൽ പകുതി കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ വിധിക്കുന്നവരാണ്. ഈ തലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന് നമുക്കൊരു ബോധ്യം വരുത്തുന്നത്. നമ്മൾ തികഞ്ഞവരല്ല. നമ്മൾ എന്താ ചെയ്യുന്ന ഒരു പോരാട്ടം, എങ്ങോട്ടാണ് ഓടുന്നത്? എബ്രാഹിം പറയുന്നുണ്ട്, നമ്മൾ പൂർണ്ണതയിലേക്ക് ഓടുക. ഇംഗ്ലീഷിൽ പറഞ്ഞ് ലെറ്റ് us press on to perfection. നമ്മൾ പെർഫെക്റ്റ് അല്ല, പക്ഷെ നമ്മൾ എന്താ ലക്ഷ്യം വെക്കുന്നത്? ഇപ്പം ആദ്യത്തെ ക്ലാസ് പരീക്ഷയ്ക്ക് 10 പഠിക്കുന്ന ഒരു കൊച്ചിന് 20 മാർക്കാണ് കിട്ടിയത്. അതിൻ്റെ ആഗ്രഹം എന്താ? 100 മാർക്ക് മേടിക്കണമെന്നാണ്. 20 കിട്ടിയുള്ളൂ. പക്ഷെ ആ ആഗ്രഹം അനുസരിച്ച് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വരും? അടുത്ത പരീക്ഷയ്ക്ക് 30-40 കിട്ടും, അല്ലേ? അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടിക്കൊണ്ടായിരിക്കുക, മാർക്കിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആരും തികഞ്ഞവരല്ല. നമ്മളൊരു ഓട്ടത്തിലാണ് ആരംഭിച്ചവരാ. പക്ഷെ അവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സത്യസന്ധരായിരിക്കണം. ദൈവം വിലമതിക്കുന്നൊരു കാര്യം എഫെസ്യൻസിൽ പറയുന്നത്, ആകയാൽ ഓരോരുത്തൻ ഭോഷ്ക് ഉപേക്ഷിച്ച് തൻ്റെ സഹോദരനോട് സത്യം സംസാരിപ്പീൻ. സത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് സത്യം അങ്ങനെ തന്നെ പറയണമെന്നല്ല എൻ്റെ അർത്ഥം. ഒരു വ്യാജഭാവം ഉണ്ടാവരുത് നമ്മളുടെ. പക്ഷെ നമ്മളെല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള തലങ്ങളിലാണ്. അപ്പം ദൈവം നമ്മളെ നോക്കുമ്പം എങ്ങനെ കാണുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരും. അവിടെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ എൻ്റെ അരിഷ്ടനാണ്, എന്നിലൊരു നന്മയും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ ഒരു യാത്രയിലായിരിക്കുന്നത്. അവിടെ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പം കേട്ടോണ്ടിരുന്നത്. കൊലോസ്യർ 3 തുടങ്ങുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ള ചിന്തിക്കാനാണ് പറഞ്ഞത്. ക്രിസ്തു വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ള അന്വേഷിക്കും, ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ തന്നെ അന്വേഷിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തെ മറഞ്ഞിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ അങ്ങനെ വെളിപ്പെടണം എന്നുകൊണ്ട് എന്ത് ചെയ്യണം? തുറന്നെടുപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അപ്പം നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഒരു പോരാട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ പൗലോസപ്പസിനെ വിളിക്കുമ്പം അപ്പോസ്തല പ്രവർത്തിയിൽ എന്താ കർത്താവ് പറഞ്ഞേ? നീ ജനത്തെ എന്ത് ചെയ്യണം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നയിക്കാനാണ് ഞാൻ നിന്നെ
തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം സാത്താന്യമായതൊന്നും നമ്മളിൽ ഉണ്ടാവരുതെന്നുള്ളതാണ്. സാത്താന്യമായെന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിലുള്ളതാ, ജഡത്തിലുള്ളതാ. അങ്ങനെ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും? അവമാനിക്കപ്പെടും, നിന്ദിക്കപ്പെടും, ഒറ്റപ്പെടുത്തപ്പെടും, ഇല്ലേ? അതൊക്കെ സംഭവിക്കും. അപ്പം ക്രിസ്തുമത്വം കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സത്യം പറയുമ്പോൾ പലപ്പോഴും കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മളെല്ലാം തുടങ്ങുന്ന ഒരു ശിശുവിനെ പോലെയാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നമ്മൾ സാവകാശം വളരുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പരിവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രാഥമികമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു കാര്യം കർത്താവ് പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. പിന്നെന്താ ചെയ്യുന്നത്? ഞാൻ നമ്മളോട് സംസാരിച്ചതെല്ലാം ഓർമ്മപ്പെടുത്തും. പിന്നെ ആത്മാവ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു പ്രവൃത്തി എന്താ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പം ആരിലാണ് ദൈവം ഈ പാപബോധം കൊടുക്കുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ 1ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായ ഒരു കുഞ്ഞിനെ 2ാം ക്ലാസ്സിലോട്ട് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ആ പാസ്സായില്ലെങ്കിലോ അതൊന്നി തുടരും. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. എത്ര കൊല്ലം പഠിച്ചാലും 2ിലോട്ട് അഡ്മിഷൻ കൊടുക്കത്തില്ല. ആ പരീക്ഷ പാസ്സായാലേ കൊടുക്കുള്ളൂ. ഇപ്പം അതൊക്കെ മാറിയില്ലേ, ഓൾ പ്രൊമോഷൻ. പക്ഷെ അതെല്ലാം കൂടെ അവസാനം 10 ചെല്ലുമ്പോൾ എന്ത് കിട്ടും? ഒന്നിനും കൊള്ളാത്തൊരു ഒരാളെ വളർത്തിയെടുക്കാനേ കൊള്ളത്തുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പരീക്ഷ പാസ്സായ കുട്ടിക്ക് പ്രൊമോഷൻ. ഇന്ന് പറഞ്ഞ പോലെ ഒന്നി നമ്മളിങ്ങനെ വായിക്കുന്ന, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമ്മൾക്ക് കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രൻ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറയാം. എഫേസ്യൻസ് നമ്മളിങ്ങനെ വായിക്കുന്ന 5ാം അധ്യായത്തിൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴാ കർത്താവിൽ വെളിച്ചമാകുന്നു. അപ്പം വെളിച്ചം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവമാണ്, ജീവനാണ്. അവൻ ജീവനുണ്ടായിരുന്നു, ജീവ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം നമ്മളെ ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താ? പാപം, സാത്താന്യമായ ആദാന്യമായ സ്വഭാവം. അവിടെ നിന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. ആ മാറ്റുമ്പം പുറമേ അല്ല അത് ആരംഭിക്കുന്നത്, ഉള്ളിൽ ആരംഭിക്കുന്നത്. നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ അതൊരു ഉറവ് പോലെയാണ്. ഇല്ല, നമുക്കറിയാം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ശക്തമായ കർക്കിടക മാസത്തിലൊക്കെ എല്ലായിടത്തും ഉറവയായിരിക്കും. വെള്ളം ഇങ്ങനെ തള്ളി റോഡിലും അല്ലെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ചെറിയ തോട് പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ മഴ 2 വെയിൽ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ശക്തി കുറഞ്ഞ് 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 നമ്മൾ കാണുകയില്ല, ആ വെള്ളമൊന്നും പിന്നെ കാണുകയില്ല. എന്ന് പറഞ്ഞതുപോലെയാ നമ്മളും നമ്മുടെ മനസ്സ് ജഡത്തിലാണ് വെച്ചിരിക്കുന്നത്. അവിടുന്ന് എന്താ തള്ളി വരുന്നത്? പാപം, കോപവും ശാഠ്യവും ദുർമോഹവും ഭിന്നതയും അസൂയയും. ആത്മാവിനെ വെച്ചിരിക്കുന്നെങ്കിലോ? അപ്പൊ ദൈവം നമ്മളെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം, ജഡത്തിൽ വെച്ച നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? പറിച്ചെടുത്തിട്ട് ആത്മാവിൽ വെക്കും. അപ്പൊ ഈ ജഡത്തിൽ നിന്നുള്ള ഉറവ പറ്റും, ആ തള്ളു നിൽക്കും. അല്ലെ, മറ്റൊരു തള്ളുണ്ട് നമുക്ക്, നമ്മുടെ ജഡത്തിൽ നമ്മുടെ മനസ്സ് വെച്ചെങ്കിൽ തള്ളുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കോപിക്കുന്നത്. നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നത് നേരം? ജഡത്തിലാണ്. അപ്പൊ ആത്മാവിൽ വെച്ചിരിക്കുകയാണല്ലോ, അവിടെ നിന്ന് എന്താ വരുന്നത്? ജീവനും സമാധാനവും. റോമർ 8:6-7 അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കോപിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോഴും നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നത്? ജഡത്തിലാണ്. നമ്മൾ മോഹിക്കുന്നതിന്റെ കാരണം എന്താ? അപ്പൊ നമ്മൾ റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത് 14ാം അധ്യായത്തിൽ എന്ത് തോന്നുന്നു? മോഹങ്ങൾ ജനിക്കുമാറെ ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ എൻ്റെ മനസ്സ് ആത്മാവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന ചിന്തകൾ എന്താ? ജീവനും സമാധാനവും, അല്ലെ വിശുദ്ധിയാ വരുന്നത്. പക്ഷെ എൻ്റെ മനസ്സ് ജഡത്തിലാണ് വെച്ചിരിക്കുന്നെങ്കിലോ അശുദ്ധി, പാവമാണ് വരുന്നത് അവിടുന്ന്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സ് ജഡത്തിൽ വെക്കുകയും എനിക്ക് വിശുദ്ധി ജീവിക്കണമെന്ന് പറയുകയും ചെയ്താൽ നടക്കത്തില്ല. അതിനോട് ദൈവം ചെയ്തൊരു പ്രവൃത്തി എന്താ? നമ്മുടെ മനസ്സിനെ പുതുക്കി ആത്മാവിൽ കൊണ്ടുവെക്കും. ആത്മാവിൽ നിന്നേ വരത്തുള്ളൂ, ജീവനെ വരത്തുള്ളൂ, വിശുദ്ധിയെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ പാപം ചെയ്യുന്ന എപ്പോഴാ? നമ്മൾ ആത്മാവിനോട് അനുസരണക്കേട് കാണിച്ച് നമ്മൾ ജഡത്തിലെ. ഗലാത്യ ലേഖനം 5ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് അപ്പോസ്തലൻ എഴുതുമ്പം ഇങ്ങനെ എഴുതിയേ. ഗലാത്യ ലേഖനം 5ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളാണ്. 18 വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയല്ല. ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാരാ? ആരാ? റോമർ 8:12 വാക്യം. റോമർ 8:12 വാക്യം. 12 അല്ല, 14 വാക്യം. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ഇവിടെ എന്താ 16 വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഗലാത്യർ 5:16
ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പൊ ഈ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുന്നവർ ആരാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ജഡത്തിന്റെ മോഹം അനുസരിച്ച് നടക്കുന്നവരോ? കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2-3 അധ്യായങ്ങളിൽ. ആരാ ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്? ശിശുക്കള, ആത്മീയ ശിശുക്കള. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുമ്പം നിങ്ങൾ ആരാ? ശിശുക്കള, ആത്മീയ ശിശുക്കള. അപ്പം മക്കളും അല്ലെ, ചിൽഡ്രൻസ് ആൻഡ് സൺസ്, രണ്ട് കാര്യമുണ്ട്. പിള്ളേരും, നമ്മൾ പലപ്പോഴും പറയല്ലേ പിള്ളേർ കളി, അവന് വയസ്സ് 10-25 ഞാനിപ്പോഴും പിള്ളേർ കളിയാന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പക്വത കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ആത്മീയത്തിൽ കർത്താവിനെ അറിഞ്ഞ് ഒത്തിരി വർഷമായാലും ഇപ്പോഴും നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിലോ ആത്മാവിൽ ശിശുക്കളാണ്. അവർക്ക് എന്ത് സംഭവിക്കുമെന്നാ പറഞ്ഞേ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനനുസരിച്ച് നടന്നാലോ ജീവിക്കും നിശ്ചയം. അപ്പം നമ്മൾ പലപ്പോഴും തുടങ്ങുമ്പം ഒരു ശിശുവായിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യ വിശ്വാസികളോട് പറഞ്ഞ്, എനിക്ക് നിങ്ങളുടെ ആത്മീയരോടെന്ന പോലെയല്ല, ജഡികരോട് ക്രിസ്തുവിൽ ശിശുക്കളായിരുന്നവരെന്ന പോലെ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. കട്ടിയുള്ള ആഹാരമല്ല, പാലത്ര ഇപ്പോഴും. എന്താ ആത്മീയമായിട്ട് പാലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാ. പാലെന്താ? ആത്മീയമായിട്ട് പാലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപക്ഷമ. പാല് കുടിക്കാന്ന് പറഞ്ഞാൽ പാപക്ഷമ. പാപം ചെയ്യുക, ഏറ്റുപറയുക, ക്ഷമിച്ച് കർത്താവ് ക്ഷമിച്ചു, വീണ്ടും അതിൽ തുടരുക, വീണ്ടും ഇത് തന്നെ. ഇങ്ങനെ ഒരു അത് കഴിഞ്ഞൊരു നമ്മുടെ ഡെയിലി ഡിവോഷൻ സാക്രറിട്ട് സംസാരിച്ചിരുന്നു. പാപം ചെയ്യുന്നു, ഏറ്റുപറയുന്നു, ഉപേക്ഷിക്കുന്നില്ല, ഏറ്റുപറയുന്നു, ദൈവം ക്ഷമിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് 50 വയസ്സായെങ്കിലും ഇപ്പോഴും ശിശുവാണ്. അതേസമയം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ അവിടെ ഇതാ പറഞ്ഞിരിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. 17-ാം വാക്യം, എന്ന് ഞാൻ പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അപ്പോൾ ഒരാൾ എപ്പോഴാണ് ന്യായപ്രമാണത്തിന് സ്വതന്ത്രനാകുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ. റോമർ 7 അതാ പറഞ്ഞിരിക്കുന്നത്. റോമർ 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, 5 വാക്യം, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിലുള്ള പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തോളം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴേ നമ്മളെ പിടിച്ചടയ്ക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കേണ്ട അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോഴായിരുന്നു ന്യായപ്രമാണം. അല്ലെ, ആർക്കും ഈ ന്യായപ്രമാണം ആർക്കുള്ളതാ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കുള്ളതാ ന്യായപ്രമാണം. ആത്മീയ ശിശുക്കളായിരിക്കുന്നവർക്കാ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരർത്ഥത്തിൽ പറഞ്ഞ് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, പറയരുത്, ഇല്ലേ, കാണരുത്, കേൾക്കരുത്, ഇങ്ങനെ ഒത്തിരി കൽപ്പനകൾ. ഇത് പുറത്തു നിന്നുള്ള കൽപ്പനകളാണ്. സങ്കീർത്തനം 32 നമ്മൾ വായിക്കുന്ന പോലെ എന്താ? നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവറ കഴുതയും പോലെ ആകരുത്, അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മൂപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിങ്ങൾക്ക് സ്വാധീനമാകിയില്ല. അത് ആത്മീയ ശൈശാവസ്ഥ. പക്ഷെ അതിന് 32-ാം സംഗീതത്തിൽ തൊട്ട് മുമ്പിലത്തെ വാക്യം എന്താണെന്നറിയാം? സങ്കീർത്തനം 32 32-ന്റെ 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേലെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ഒരു മകൻ ആത്മീയമായിട്ട് ഒരു സൺ ഉള്ള നിലയിൽ എത്തിയ ആളോടുള്ള ബന്ധത്തിൽ അവനെ ആരാ നടത്തുന്നത്? ആത്മാവ്, അല്ലെ കർത്താവ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. അല്ലാത്ത ജഡത്തനുസരിച്ച് നടക്കുന്നവരുള്ള ബന്ധത്തിൽ എന്താ? മുഖപ്പട്ടയും ചമ്മട്ടി. ഇല്ല, നമുക്ക് പിള്ളേരുള്ള ബന്ധം അറിയില്ല. നമ്മൾ പിള്ളേരെ ഇപ്പം ആദ്യമായിട്ട് സ്കൂളിലൊക്കെ വിടുമ്പം അവർ പോകുമ്പോൾ നമ്മൾ എന്തു പറയും അവരോട്? വഴിയെ പോകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വേണം വഴി അപ്പുറം കിടക്കാൻ, ഇല്ലേ, വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പാക്കി, ഒറ്റ ഓട്ടം ഓടരുത്, ഇല്ലേ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ വിടുന്നത്. എത്രാം ക്ലാസ് വരെ നമ്മളങ്ങനെ പറയും? 8-ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കൊച്ചിനെ വിളിച്ചിട്ടാ ഇങ്ങനെ പറയുകയാണെ നമ്മളോട് എന്നാ പറയും? നിങ്ങൾക്ക് ഇതുവരെ വിവരം വെച്ചില്ലേ? എനിക്കറിയാം അതൊക്കെ. നിങ്ങളത് പറയേണ്ട ആവശ്യം ഇല്ല. എന്താ അവൻ്റെ നാച്ചുറലാണ്, സെൻസ് വളർന്നു.
അവന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ആത്മീയമായിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ശൈശാവസ്ഥയിൽ ജഡത്തെ നടക്കുന്നവർക്ക് എന്തൊക്കെയാണുള്ളത്? ഈ പറഞ്ഞ കടിഞ്ഞാണും മുഖപ്പട്ടയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ സഭയിലിരിക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പം രണ്ടു കൂട്ടർക്ക് രണ്ടു തരത്തിലാണ് മനസ്സിലാകുന്നത്. ഒരു കൂട്ടർക്ക് ഇത് വലിയ ഭാരമായിട്ട് തോന്നും, വേറൊരു കൂട്ടർക്കോ ഭയങ്കര സ്വാതന്ത്ര്യമായിട്ട് തോന്നും. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ ആത്മീയ നിലവാരമാണ് അത്. ഒരു സൺ അല്ലെ മകൻ എന്നുള്ള വളർച്ചയിലോട്ട് വന്ന ഒരാൾക്ക് എന്താ, അവർക്ക് ന്യായപ്രമാണം ബാധിക്കുന്നില്ല. 1 തീമോഥെയോസ് ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. 1 തീമോഥെയോസ് 1-ന്റെ 8 മുതലുള്ള വാക്യം. ന്യായപ്രമാണം നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, ഋതുഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഫോഷ്ക്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവർക്കാർക്കും പത്യോപദേശത്തിന് വിരുദ്ധമായ എന്ന് വെച്ചിരിക്കുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി പ്രയോഗിച്ച ന്യായപ്രമാണം നല്ലത് തന്നെ. ഇപ്പം ന്യായപ്രമാണം ആർക്കുള്ളതാ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കുള്ളതാ. അതേസമയം ഈ മക്കൾക്കുള്ളത് എന്താ? റോമർ 8:2, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും. അതാണ് ഈ തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പുറമേ നിന്നുള്ള കൽപ്പനകളുടെ ആവശ്യമില്ല. അവൻ നടക്കുന്ന അകമേ എന്നുള്ള ലീഡിങ്ങിലാണ് നടക്കുന്നത്. ആത്മാവിനാൽ അവൻ നടത്തപ്പെടുന്നത്. മറ്റേ ജഡത്താലാണ് നയിക്കപ്പെടുന്നത്. ജഡത്താൽ നയിക്കപ്പെടുന്നവരുടെ നമ്മൾ എന്താ പറയുന്നത്? കൽപ്പനകളാണ് കൊടുക്കുന്നത്. തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, പോവരുത്, കേൾക്കരുത്, സംസാരിക്കരുത്, അങ്ങനെ ഒത്തിരി കൽപ്പനകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാളോടുള്ള ബന്ധത്തിൽ കൽപ്പനയുടെ ആവശ്യമില്ല, പുറമേ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവന് ആരായി തീർന്നു? അവന് പരിജ്ഞാനിയായി തീർന്നു. അവനെ ആരാ നയിക്കുന്നത്? ഉള്ളിൽ നിന്ന് അവനോട് സംസാരിക്കുന്ന ആരാ? യെശയ്യാപ്രവചനം നമ്മളത് വായിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, 20 വാക്യങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാൽ ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൽ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പിറകിൽ എന്ന് പറഞ്ഞാൽ എവിടുന്ന? ഞാനത് ആദ്യമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇങ്ങനെ പുറകിൽ നിന്ന് പറയുമെന്നായിരുന്നു. പുറകിൽ എന്ന് പറഞ്ഞാൽ എവിടുന്ന? ആത്മാവിൽ നിന്ന്. നമുക്കറിയാം ആത്മാവ്, ദേഹി, ദേഹം. അപ്പം പുറകിലുള്ളത് ആരാ? ആത്മാവ്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പാകെ വരുമ്പോൾ ആത്മാവിനോട് പറഞ്ഞു ഇതാ വഴി, അല്ല ഇതാ നീ ചെയ്യേണ്ടത്, ഇതിലേ പൊക്കൂ. പുറമേ നല്ലത് കേൾക്കുന്നത്. പുറമേ എന്നുള്ളത് ആരാ കേൾക്കുന്നത്? ഈ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ. ആത്മാവിനാൽ നടത്തപ്പെടാത്തവർക്ക്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്കാണ്. ഇപ്പൊ സരസ്വതി നമ്മുടെ വിളി ഈ ഒരു പുരുഷത്വത്തിലേക്ക് വരണമെന്നുള്ളതാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തില് 5-ാം അധ്യായത്തില് അതിൻ്റെ 11 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, എബ്രായർ 5:10, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളതായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നത് കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നത്. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്ര അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായ പ്രായം തിരിഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. നമ്മളെക്കുറിച്ചുള്ള ദൈവിക, അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? തുടർന്ന് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതുകൊണ്ട് നിർജ്ജീവപ്രവൃത്തിയുള്ള മാനസാന്തരം, ദൈവത്തിൻ്റെ വിശ്വാസ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവർ പുനരുത്ഥാനം, നിത്യശിക്ഷ നിങ്ങളുടെ അടിസ്ഥാനം പിന്നെ ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ഈ അവിടെ പറഞ്ഞ ഈ അടിസ്ഥാനം പിന്നെയും ഇടരുതെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപം ചെയ്യും, ഏറ്റുപറയും, വീണ്ടും പാപം ചെയ്യും, അല്ലേ? ഈ എപ്പം നോക്കിയാലും എന്താ പരിപാടി? അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുക, മുകളിലോട്ട് ഇപ്പം ഒന്നും പണിയുന്നില്ല, അല്ലേ? നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇത്രയും കാലത്തിന് ശേഷം നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താ? നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. തീമോഥെയോസിന് അപ്പോസ്തലൻ എഴുതുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 1 തീമോഥെയോസ് 4-ാം അധ്യായത്തില് 12-ാമത്തെ വാക്യങ്ങൾ, 12 വാക്യങ്ങൾ, ആരും നിന്റെ യവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും
വിശ്വാസത്തിലും നിർമ്മലയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഈ വാക്കിൽ എങ്ങനെ മാതൃകയായിരിക്കുന്നത്? ആകാത്തതൊന്നും വരാതിരിക്കുന്നു, കേൾക്കുന്നവർക്ക് ആത്മീയവർദ്ധന വരുത്തുന്ന മാത്രം സംസാരിക്കുന്നു. അടുത്ത പറയുന്നത് നടപ്പിൽ, ജീവിതത്തിൽ. നടപ്പിൽ മാതൃകയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ജീവിതത്തിന്റെ സമൂഹം എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന കൊടുക്കൽ വാങ്ങലുകളിൽ, ഇടപാടുകളിൽ എല്ലാം നമ്മൾ മാതൃകയായിരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് വേണം? ഒരു മാതൃകയായിരിക്കും. എന്ന് കഴിഞ്ഞാൽ കണ്ടാൽ അല്ലെ നമ്മളൊരു ഒരു ഈ മാതൃക എന്ന് പറയുമ്പോൾ അതിന്റെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പ്ലാൻ. ഒരു വീട് പണിയുന്നത് എങ്ങനെയാ? ആ പ്ലാൻ വെച്ചോണ്ടാ പണിയുന്നത്. നമ്മളെ കാണുന്നവർക്ക് എന്ത് വേണം? അവരുടെ ജീവിതം പണിയാനുള്ള ഒരു പ്ലാൻ കിട്ടണം നമ്മളെ കാണുമ്പോൾ, അല്ലേ? ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുമ്പം അവരുടെ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്നുള്ളതിനെ കുറിച്ച് നമ്മളിൽ നിന്നൊരു പ്ലാൻ കാണാൻ സാധിക്കണം. നമ്മൾ ആ ഒരു വിളിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ എത്ര പേര് ഇതിനു വേണ്ടിയുള്ള പോരാട്ടം. നമ്മൾ പലപ്പോഴും വളരെ ചെറിയ കാര്യങ്ങൾ തൃപ്തരായി പോവുക. ഇത്ര ക്ഷണത്തിൽ പൗലോസപ്പസൻ കോരിന്ത്യരോട് പറഞ്ഞു, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി, ഇത്ര ക്ഷണത്തിൽ ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി എന്ന് പറഞ്ഞാൽ അവരുടെ തൃപ്തി എന്താ? പൗലോസന് പറഞ്ഞു, നീ കർത്താവിന്റെ വരവും കാത്തിരിക്കുക, ഒരു കൃപാവരത്തിലും കുറവില്ലാവരായി കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് അടുത്ത അധ്യായങ്ങൾ എന്താ പറയുന്നത്? ഇവ പ്രവർത്തിക്കുന്ന ദൈവരാജ്യം. അവർക്കൊരു തൃപ്തി വന്നു, എന്താ തികഞ്ഞെന്ന് തോന്നി. പക്ഷെ തുടർന്ന് പൗലോസ് അവർക്ക് എന്താ എഴുതുന്നത്? ജഡത്തെ നിങ്ങൾ മരിക്കും. റോമർ അല്ല 1 കൊരിന്ത്യർ 6 വരുമ്പം ഇവ പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കല എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. പക്ഷെ അവരുടെ ചിന്ത എന്താ? അവർ കർത്താവിന്റെ വരവെങ്കിൽ അങ്ങ് പോവാന്നുള്ള ചിന്തയിലിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ തുടങ്ങുമ്പോൾ പൗലോസ് അങ്ങനെയല്ല പറയുന്നത്, അവരെക്കുറിച്ച് പ്രശംസിച്ചാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ജനിച്ചു വീണൊരു കുഞ്ഞിനെ കുറിച്ച് നമുക്ക് പറയുകയാണ് എന്താ നമുക്ക് പറയാൻ കഴിയുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞ് ജനിച്ചു വീണു, അപ്പം വളർന്ന് നല്ല വിദ്യാഭ്യാസമൊക്കെ പ്രാപിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് നല്ലൊരു കുടുംബമൊക്കെ കെട്ടിപ്പടുത്ത് വളരെ അനുഗ്രഹിക്കപ്പെടാനായി തീരും. ശരിയാത്, അങ്ങനെയാണ് ആവേണ്ടിയേ. പക്ഷെ കുഞ്ഞ് വളരുന്നില്ലെങ്കിലോ? ജനിച്ച പടി കിടക്കുക, ഒട്ടും വളരുന്നില്ല. നമ്മുടെ ഈ പ്രത്യാശ വല്ലതും യാഥാർത്ഥ്യമായി തീരുമോ? ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല. അത് അങ്ങനെ തന്നെ തുടരും. ആത്മീയമായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തിനാ വീണ്ടും ജനിപ്പിച്ചേ? കർത്താവിന്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ. അങ്ങനെ ആകുന്നില്ലെങ്കിലോ? ഈ വാക്തത്വങ്ങളൊക്കെ നമുക്ക് ഫലമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് 2 പത്രോസിൽ പറയുന്നത്, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളിന്. കൊരിന്ത്യർ പറയുന്നുണ്ട്, പത്രോസിൽ അത് തന്നെയാണ് പറയുന്നത്. ഈ വാക്തത്വങ്ങളാണ് നിങ്ങൾ ജഡത്തിന്റെ മുഖത്തുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളെ തീരെ വരും. നമ്മൾ എത്ര പേർക്ക് ഈ താല്പര്യമുണ്ട്? പലപ്പോഴും നമ്മൾക്ക് വരുന്നൊരു പരാജയം, നമ്മൾ ഈ ആത്മാവിന്റെ തലത്തിലേക്ക് വരുന്നില്ല, പ്രവേശിക്കുന്നില്ല. നമ്മൾ ജഡത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കി കാണുന്നു. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 3 നമ്മൾ ആ വാക്യം വായിച്ചു. കർത്താവിലേക്ക് തിരിയുമ്പം ഈ മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോഴേക്കും മൂടുപടം നമ്മുടെ മുഖത്തുമ്പിലേക്ക് കിടക്കുന്നു. ആത്മാവിലേക്ക് കർത്താവ് ആത്മാവാകുന്നു. കർത്താവിലേക്ക് തിരിയുമ്പം ഈ മൂടുപടം നീങ്ങിപ്പോവും. മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് തിരിയുന്നു? ആത്മാവിലേക്ക് തിരിയുന്നു. ഇപ്പം നമ്മുടെ കണ്ണേലെ മുഖത്തൊരു മൂടുപടം ഇട്ടുകൊണ്ട് ഇത് വായിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇങ്ങനെ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് കട്ടിയുള്ളൊരു മൂടുപടം ഇട്ടിട്ട് ഞാനിങ്ങനെ വായിക്കുകയാണ്, എനിക്ക് എന്താ മനസ്സിലാകുന്നത്? അപ്പൊ എൻ്റെ ദേഹിയുടെ ശക്തി കൊണ്ട് എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്തൊക്കെയോ വായിക്കുന്നെന്ന്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ മൂടുപടം നീങ്ങിയാലോ? ആ മൂടുപടം എന്താ? നമ്മുടെ ദേഹിയ. ഇത് വായിക്കുമ്പോൾ നമ്മൾ ദേഹിയുടെ തലത്തിൽ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു മനസ്സിലാക്കലുണ്ട്. പക്ഷെ കർത്താവിലേക്ക് തിരിയുമ്പം, ആത്മാവിലേക്ക് തിരിയുമ്പം എന്താ സംഭവിക്കുന്നത്? ഈ പുറമേയുള്ള ദേഹിയിലല്ല നമ്മളിത് ഗ്രഹിക്കുന്നത്, പിന്നെ എവിടെയാ? ആത്മാവിലാ. ദേഹിയിലുള്ള മനസ്സിലാക്കല, എനിക്ക് മനസ്സിലായി എന്ന് പറയാം. ആത്മാവിലുള്ളതോ? ഗ്രഹിക്കുക.
ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വെളിപ്പാടായിട്ട് എനിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു അന്ധനായൊരു മനുഷ്യൻ അവൻ്റെ കണ്ണ് തുറന്ന് ഈ കാര്യങ്ങൾ നോക്കി കാണുകയാണല്ലോ. അവൻ അന്ധനായിരിക്കുമ്പം പലരും കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ടാവും ഈ ഒരു പ്രകൃതിയെക്കുറിച്ച്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ആശയമുണ്ട്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ കണ്ണങ്ങ് തുറന്നിട്ട് ഇവന് പ്രകൃതിയെ കാണുന്നു. അപ്പോൾ ആ കേട്ട് മനസ്സിലാക്കിയതും കാണുന്നതും തമ്മിലുള്ള അന്തരം എന്താ? അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്ര മനോഹരമാണോ ഈ പ്രകൃതി എന്ന് അവൻ ചിന്തിക്കും. പക്ഷെ കേട്ട് മനസ്സിലാക്കുമ്പോഴോ നല്ലതാണെന്നൊക്കെ തോന്നുമെങ്കിൽ അവന് അതിൻ്റെ ഒരു ബോധ്യമില്ല. എൻ്റെ കണ്ണ് തുറന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു മാറ്റം വരും എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ആത്മാവിലേക്ക് തിരിഞ്ഞ് ഹൃദയം കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. നമ്മുടെ സ്വഭാവം വ്യതിയാനപ്പെടാനായിട്ട് തുടങ്ങുന്നത്. ദേഹിയിൽ ഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സൊരിക്കലും സ്വഭാവം മാറത്തില്ല. പണ്ടൊരു പാസ് പറഞ്ഞ ഉദാഹരണം ഓർക്കുക. പുള്ളി ക്ഷമയെക്കുറിച്ചൊക്കെയാ ശക്തമായിട്ട് പ്രസംഗിച്ചേ. എന്നിട്ടൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഒരു ചെറിയ കൊച്ചുണ്ട്. അവൻ ഭാഷ മുന്നേ വന്നിട്ട് മൂക്കിൽ ഇങ്ങോട്ട് തട്ടു ഇങ്ങോട്ട് തട്ടു. അങ്ങനെ 3-4 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പം എന്നാന്ന് ചോദിച്ചും പറഞ്ഞ് പാസ് പ്രസംഗിച്ച് ശരിയാണോന്ന് അറിയാനായിട്ടാന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് അരിശം വരാൻ തുടങ്ങി പാസ്റ്റർക്ക്. പുള്ളി പ്രസംഗിച്ചതെന്താ? ദീർഘമായി ക്ഷമിക്കണം, ദയ കാണിക്കണം, ഇതൊക്കെയാണ് പ്രസംഗിച്ചത്. പക്ഷെ 3-4 തട്ട് കഴിച്ചും പുള്ളിക്ക് അരിശം വന്നു. അപ്പം കൊച്ചു പറഞ്ഞു, ഇത് തന്നെ അറിയാനായിട്ടാ ഞാൻ ഈ തട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ ദേഹിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്തോ അറിയാമെന്നൊക്കെ തോന്നും. ഞാൻ പണ്ട് ഇവിടെ ഉദാഹരണം പറഞ്ഞു. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന സഹോദരനും സഹോദരി, പുള്ളി KCBയിൽ എഞ്ചിനീയറാണ്, പുള്ളിക്കാരി സൈക്കോളജിസ്റ്റാണ്. പുള്ളിക്കാരി ഒത്തിരി പേരെ സഹായിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം ഈ സഹോദരൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിക്ക് എന്തോ പിടിക്കാണ്ട് വന്ന് ഒറ്റയടി ബ്രദറിൻ്റെ കർണക്കുറ്റി തീർത്ത് കൊടുത്തു. അപ്പം പുള്ളി നോക്കുമ്പം പുള്ളിക്കാരി അടി നിർത്താനല്ലോ, പിന്നെ അടിക്കാനാണ് പരിപാടി. അപ്പം പുള്ളി പറഞ്ഞു, ഇനി അടി കിട്ടാതിരിക്കാനായിട്ട് ഞാൻ ചറുപുറം 3-4 അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദേഹിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും ആത്മാവിൽ മനസ്സിലാക്കിയ ഒരാളാണ് എന്ത് ചെയ്യും? അടി കൊണ്ടിട്ട് മിണ്ടാണ്ടിരിക്കും. അടിയേറ്റു അങ്ങ് തിരിച്ചൊന്നും പറയത്തില്ല. പക്ഷെ ദേഹി തന്നെ മനസ്സിലായ ഒരാളാണല്ലോ, തിരിച്ചു കൊടുക്കും. അല്ലെ നമ്മൾ പറയാം, ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല, പടത്തിലുള്ള പശു പുല്ല് തിന്നുകയില്ല എന്ന് പറഞ്ഞ പോലെയാ. അതാ നമ്മുടെ ദേഹിയുടെ ആത്മാവിൻ്റെ തലത്തിൽ നിൽക്കുമ്പോഴുള്ളൊരു വ്യത്യാസം. അത് നമുക്ക് ബുദ്ധി മനസ്സിലായ കാര്യമാണ്. പരീക്ഷ വരുമ്പോൾ നമ്മൾ വീണു പോകും. മറ്റേ നമ്മൾ എവിടെയാണ് ഗ്രഹിച്ചത്? ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചത്, ആത്മാവിൽ മനസ്സിലായ കാര്യമാണ്. അത് കർത്താവിനെ ശ്രദ്ധിച്ച് നമുക്ക് കാണാം. വീഴ്ച കിടക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് വല്ല പിണക്കമുണ്ടോ, കയ്പുണ്ടോ, വെറുപ്പുണ്ടോ? അവരെക്കുറിച്ച് ഒന്നുമില്ല. ഇതാണ് നമ്മൾ ഈ തമ്മിലുള്ള വ്യത്യാസം. ആത്മാവിൽ കാര്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി തീരും. നമ്മൾ സഹിഷ്ണുതയുള്ളവരായി തീരും, കരുണയുള്ളവരായി തീരും, കൃപയുള്ളവരായി തീരും. പക്ഷെ ദേഹിയുടെ തലത്തിൽ മനസ്സിലായാലോ, പുറമേ നമ്മൾ കുറച്ചു നേരം പിടിച്ചു നിൽക്കും, പരീക്ഷ ശക്തമാകുമ്പോഴോ താഴെ വീഴും, പഠിച്ചതെല്ലാം മറന്നു പോകും, നമ്മൾ പ്രതികരിക്കും. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അകത്തെ പണിക്ക്, അകത്തെ രൂപാന്തരത്തിന് ഉള്ള്. കർത്താവ് അതുകൊണ്ട് പരീക്ഷന്മാർ ആദ്യം നിങ്ങളുടെ അകം വെടിപ്പാക്കും. നിങ്ങൾ വെള്ളം തേച്ച ശവക്കല്ലറോട് തുല്യം. പുറമേ നോക്കിയാൽ എന്താ? ഇല്ലേ, ഇപ്പം നമ്മുടെ മധ്യ കടന്നു വരികയാണെങ്കിൽ ഒരു പുറമേ ഒരാൾ വരികയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയില്ലേ, കൈ കൊടുക്കുന്നു, ചിരിക്കുന്നു, ചുംബനമൊക്കെ കൊടുക്കുന്നു. അപ്പുറത്ത് മാറി ഇന്ന് കുറ്റം പറയുന്നു. അത് ദേഹി മനസ്സിലായതിൻ്റെ അനന്തരഫലം. ആത്മാവ് മനസ്സിലായ ഒരാളാണല്ലോ, ഇതെല്ലാം കഴിഞ്ഞ് കുറ്റം പറയത്തില്ല. കുറ്റം ഇല്ലാഞ്ഞിട്ടല്ല, കുറ്റം പറയത്തില്ല, ക്ഷമിക്കുന്നു, കരുണ കാണിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല. അപ്പം നമ്മൾ കുറ്റം പറയണതിൻ്റെ അർത്ഥം എന്താ? ഈ സത്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല, ആത്മാവിൽ വന്നിട്ടില്ല. ഈ ആത്മാവിൽ ഗ്രഹിച്ച ഒരാൾക്ക് മാത്രമേ ഇത് സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ലെ, നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥനയിലൊക്കെ പറയാറില്ലേ, ഞാൻ അരിഷ്ടനാണ്, എന്നോട് കരുണ തോന്നണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വേറൊരാൾ നമ്മളെക്കുറിച്ച് അവൻ ഭയങ്കര അരിഷ്ടനാന്ന് പറഞ്ഞാൽ നമ്മൾ മസിൽ പിടിക്കും. ആഹാ, ശരിയല്ലേ? നമ്മൾ തന്നെ അരിഷ്ടനാന്നൊക്കെ നമ്മൾ സമ്മതിക്കും. ഞാൻ പ്രത്യേകിച്ച് പെന്തക്കോസിലാണ് കണ്ടിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് അമ്മച്ചിമാരാ, അവർ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, ഈ അരിഷ്ട ഇവിടെ ഇരിക്കുന്നൊക്കെയാ പറയുന്നത്. പക്ഷെ പ്രായോഗിക പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴോ ആ അരിഷ്ടത അങ്ങ് പോയിട്ട് നല്ല ബലമുള്ളവരായിട്ട് തീരും. തിരിച്ചടിക്കുകയും പ്രതികരിക്കുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യും. യഥാർത്ഥ അരിഷ്ടതയെക്കുറിച്ച് ഗ്രഹിച്ച ഒരാൾ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ദാവീദ് യേശുക്രിസ്തുവിനോടുള്ള പ്രധാനമായി പറഞ്ഞു, ഞാനൊരു കൃമിയത്രേ. ആ, അത് കർത്താവ് തെളിയിച്ചത് ഇല്ലേ? മനുഷ്യരാൽ നിന്നതിനും പീഡിപ്പിക്കപ്പെട്ടവനുമായിട്ട് കൃമി പോലെ
നമ്മൾ വേറെ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ. നമ്മളോ, നമ്മുടെ രോമത്തെ തൊട്ടാൽ മതി നമ്മുടെ കുഞ്ഞാടിന്റെ മനോഭാവമൊക്കെ പോകും. ഇല്ല, ഒരു വാക്ക് നമ്മളോട് നമുക്കെതിരായിട്ട് പറഞ്ഞാൽ മതി. ഇല്ല, ഇപ്പം സഹോദരി ഒന്ന് ചൂടായാൽ മതി ഭർത്താവിൻ്റെ നേരെ, നമ്മുടെ എല്ലാ എല്ലാ കാഴ്ചപ്പാടും പോകും. അല്ലേ? അപ്പം നമ്മൾ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്? നമ്മൾ കർത്താവിൻ്റെ മനോഭാവത്തിലേക്ക് വന്നില്ല. ആന്തരികമായ രൂപാന്തരം നമുക്ക് വരുന്നില്ല. പുറമേ ഉണ്ട്. പുറമേ നമ്മളിതെല്ലാം മനസ്സിലാക്കിയിട്ട്, പക്ഷെ ഈ പുറമേ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇതുപോലെ പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട്. രാവിലെ കുളിച്ച് വസ്ത്രമൊക്കെ ഇട്ട് നല്ല കഷത്തിലൊക്കെ അടിച്ചിട്ട് പോകും. എത്ര നേരം വേണ്ട അതിൻ്റെ മണം പിടിച്ച് നിൽക്കും. 1-2 മണിക്കൂർ കഴിയുമ്പം നമ്മുടെ തനി മണം വരാൻ തുടങ്ങും. ഇത് തന്നെയാണ് ഈ പുറമേയുള്ള രൂപാന്തരത്തിൻ്റെ അനന്തരഫലം. പക്ഷെ അകത്തു നിന്ന് വരുന്ന രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ആ മണം പോകത്തില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. എത്ര വലിയ അധ്വാനം കഴിഞ്ഞാലും എന്തുണ്ടാവും? ആ സ്മെല്ല് അവിടെ തന്നെയുണ്ട്, ഒറിജിനലായിട്ടുള്ളത്. അപ്പം നമ്മളെ ആ ഒരു വിളിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ ഇപ്പം തിമോഥെയോസ് നമ്മൾ വായിച്ചു, ബാഹ്യന്മാർ. ബാഹ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുറമേ, കർത്താവ് പറഞ്ഞ പോലെ തന്നെ പുറമേ കണ്ടാൽ ഭയങ്കര അഴക, ഉള്ള ചീഞ്ഞാറുന്ന അവസ്ഥ എന്ന് പറഞ്ഞ ചിന്തകളിൽ എന്താ ഉള്ളത്? ദുർമോഹവും പകയും പിണക്കവും കയ്പും വെറുപ്പും, ഉള്ളു മുഴുവൻ ചീഞ്ഞു നാറുക. പുറമേ കണ്ടാൽ വളരെ മനോഹരമാണ്. ദൈവം അങ്ങനെ ഒരു പ്രവൃത്തിയല്ല നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. ഇപ്പം സ്നേഹശൂന്യന് ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ദൈവം ആന്തരികമായ ഒരു പ്രവൃത്തി ചെയ്ത ഭാര്യയുടെ മനോഭാവം എന്തായിരിക്കും? സ്നേഹശൂന്യനായൊരു ഭർത്താവ് സ്നേഹമൊന്നും കാണിക്കത്തില്ല, കൊടുക്കത്തില്ല, എല്ലാത്തിനും കുറ്റം പറയും. ഈ ഒരു ആന്തരിക ദർശനം കിട്ടിയ സഹോദരിയാണെങ്കിൽ ആ സഹോദരിയിൽ നിന്ന് എന്തായിരിക്കും അന്നേരം വരുന്നേ? ദുർഗന്ധമോ സൗരഭ്യമോ? പൗലോസപ്പസൻ 2 കൊരിന്ത്യരിൽ ഇങ്ങനെ പറഞ്ഞേ, രക്ഷിക്കപ്പെടുന്നതിനിടയിലും നശിക്കുന്നതിനിടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും, ഭാര്യ അനുസരിക്കുമ്പോഴും അനുസരിക്കാതിരിക്കുമ്പോഴും എന്നിൽ നിന്ന് എന്താ വരണ്ടേ? കർത്താവിൻ്റെ കരുണയും ക്ഷമയും ദീർഘക്ഷമയൊക്കെയാണ് വരണ്ടേ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തെന്നുള്ളതായി തെളിയിക്കുന്നു. അതേസമയം അനുകൂലമായിരിക്കുമ്പം നല്ല വാസനയൊക്കെ വരുന്നു, പ്രതികൂലമായിരിക്കുമ്പോഴോ ദുർവാസന, പരാതിയും പിണക്കവും പിറുപിറുപ്പും കുറ്റം പറയുന്ന മനോഭാവവും. ഇത് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ സൗരസ്യന്മാരുടെ ബന്ധത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ ദൈവം ഒരു പ്രവൃത്തി ഒരാൾ എന്ത് ചെയ്യല, അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ഒരു ദുർഗന്ധം വരത്തില്ല. ഉത്തമഗീതത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, 3-ാം അധ്യായത്തിലാണ്, 3-4. തെന്നിക്കാറ്റ് വരിക, വടുതിക്കാറ്റ് വീശുക, എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം മണക്കട്ടെ. അനുകൂല കാറ്റിലും പ്രതികൂല കാറ്റിലും എന്താ വരിക? ഒരു ഒരു നമുക്കറിയാം, ചെറിയ കാറ്റ് വന്നാലും എന്താ, ഒരു പൂന്തോട്ടത്തിൽ നിന്ന് എന്താ വരിക? വാസനയാണ് വരിക. കൊടുങ്കാറ്റ് വന്നാലോ അന്നേരം വാസനയാണ്. പക്ഷെ നമ്മളോ, നമ്മുടെ പ്രായോഗിക ജീവിതം എടുത്ത് നോക്കിക്കേ, അനുകൂല സാഹചര്യങ്ങൾ നമ്മളൊക്കെ എന്താ, നല്ല വാസനയാണ്, ക്രിസ്തുവിൻ്റെ സ്വരൂപ വാസനയാണ്. പ്രതികൂല സാഹചര്യങ്ങളിലോ ദുർവാസനയാണ് നമ്മളിൽ നിന്ന്, നമ്മുടെ തന്നെ വാസനയാണ് വരുന്നത്. ആ ശക്തിമേറിയ കാറ്റ് എന്ത് ചെയ്യും? നമ്മളിൽ തന്നെയുള്ള മണത്തെ പുറത്തു കൊണ്ടുവരും. പക്ഷെ ആന്തരികമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളുള്ള ബന്ധത്തിൽ ഏത് സാഹചര്യത്തിലും എന്താ വരിക? അപ്പൊ കർത്താവാണ് നമ്മുടെ മാതൃക. അപ്പോസ്തലന്മാരും നമ്മുടെ മാതൃകയായിരുന്നു, ഇല്ലേ? അവരിൽ നിന്ന് എന്തായിരുന്നു ഏത് സാഹചര്യത്തിലും വന്നേ? ക്രിസ്തുവിൻ്റെ സുഗന്ധം. നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ഒരു വിളിയാണ്. അത് ആദ്യം നമ്മൾ ഇവിടെ തുടങ്ങുന്നത് കുടുംബത്തിൽ, കുടുംബത്തിൽ, പിന്നെ സഭയിലേക്ക് വരുന്നു, പിന്നെ അത് നമ്മളെ കണ്ടുമുട്ടുന്നില്ല. അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. നീ ഒരു അനുഗ്രഹമായിരിക്കും എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിലും. ഈ ഒരു വിളിയാ സൗരസ്യന്മാരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളിന്ന് പാടിയ പാട്ടിലെ, എനിക്കറിയത്തില്ല, ഞാൻ ഇത് 3-ാമത്തെ ആഴ്ചയാണ്, രാജസിസ്റ്ററോട് പറഞ്ഞു ആ പാട്ട് തന്നെ ഇടാൻ പറഞ്ഞു. നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, ഇതിനൊന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല. ഈ പാട്ടിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ കേട്ടവർ എത്ര പേരുണ്ട്? കയ്യൊന്നും പൊക്കണ്ട. പക്ഷെ നമുക്കിതിനോടല്ല ഒരു പ്രതിപത്തിയുള്ളത്, അല്ലേ? ഒരു പാട്ട് തന്നെ 2 പ്രാവശ്യം പാടുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം വരാൻ തുടങ്ങും. 3 പ്രാവശ്യം പാടിയാൽ പിന്നെ പറയുകയും വേണ്ട, വേറെ പാട്ടൊന്നും ഇല്ലെന്ന് ചോദിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് അത്? മോശ തൻ്റെ അന്ത്യസമയത്ത് ഒരു പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മത്സരിക്കണം, ഞാൻ പോയി കഴിയുമ്പോൾ എത്ര അധികം അവസാനം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് കഷ്ടവും പീഡയും ഉപദ്രവമൊക്കെ ആയിരിക്കും. നിങ്ങളിത് കാണാതെ പഠിക്കുകയും നിങ്ങളും പാടണം, നിങ്ങളുടെ മക്കളെയും
എന്ന് പറഞ്ഞു. ഇത് പക്ഷെ അങ്ങനത്തെ ഒന്നല്ല നമ്മൾ ഈ പാട്ടി പാടിയത്, ആണോ? അല്ല, മർത്തി ജീവൻ എത്ര ക്ഷണികം, ക്ഷിപ്രമിങ്ങെത്തും ജീവിത സന്ധ്യ. നമ്മുടെയൊക്കെ ചിന്ത എന്താ? പെട്ടെന്നൊന്നും ഞാൻ മരിക്കത്തില്ലെന്ന്. നമ്മുടെ ചിന്ത അതാ, പെട്ടെന്നൊന്നും മരിക്കാൻ പറ്റില്ല. എന്നാളൊരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ അടുത്തൊരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു. അവർക്ക് ചേട്ടൻ കല്യാണം കഴിച്ച് പിള്ളേരൊന്നും ഉണ്ടായില്ല. അനിയന് അരയ്ക്ക് താഴെ മുടന്നുള്ള പുള്ളിയും കല്യാണം കഴിച്ചില്ല. ഒരു പെങ്ങളുണ്ടായിരുന്നത് കെട്ടിച്ചു വിട്ട് അതിനെ ഉപേക്ഷിക്കപ്പെട്ട് അതും വീട്ടിൽ വന്ന് നിന്ന് കുറേ സമ്പത്തുള്ളവരായിരുന്നു. അവസാനം ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിച്ചു, പെങ്ങൾ മരിച്ചു, ചേട്ടനും അനിയനും തന്നെയായി. പ്രായമായി, ഒരു 90 വയസ്സിനടുത്തെത്തി. അങ്ങനെയാണ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ആ സ്ഥലം എടുത്ത്, എന്നിട്ട് ഇവരെ നമ്മുടെ മാനന്തവാടിയിലൊരു വയോജനങ്ങളെ നോക്കുന്ന ഒരു വീട്ടിൽ കൊണ്ടാക്കിയ ഒരു ഇതുണ്ട്, അച്ഛന്മാർ ക്രിസ്ത്യാനികൾ നടത്തുന്നത്. ഒരു ദിവസം ഞങ്ങൾ ചെന്നപ്പം ഈ അനിയൻ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു സ്വർണ്ണമാല ഇടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഈ ചേട്ടൻ പറയാ, എന്തിനാടാ തിരക്ക് വെക്കുന്നത്, ഇനിയല്ല കാലം കിടക്കുന്നേ. 3 മാസത്തിനകം രണ്ടുപേരും മരിച്ചുപോയി. ഞാൻ പറഞ്ഞിരിക്കുക, അന്നേരം ചിന്ത എന്താ? ഇനിയും കാലം കിടക്കുക, ക്ഷിപ്രമിങ്ങെത്തും ജീവിതസന്ധ്യ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്നെക്കുറിച്ചല്ല, അപ്പുറത്തിരിക്കുന്ന സഹോദരൻ സൗകര്യം കുറിച്ചാണ്. എൻ്റെ ജീവിതസന്ധ്യ ഒന്നും വരാറായില്ല. എന്നിട്ടെന്ന് പറയാം, ആകയാൽ കൂട്ടി യാത്രികരോട് നന്മ കരുണയോടെ പെരുമാറുക. നമ്മുടെ കൂട്ടുയാത്രികർ എന്ന് പറയുമ്പോൾ ആരാ അത്? പ്രാഥമികമായിട്ട് ഭാര്യ, ഭർത്താവ്, മക്കളും മാതാപിതാക്കളൊക്കെയാണ്. ഇല്ലേ? നമ്മൾ അവരോട് കരുണയോടും നന്മയോടും ആണോ പ്രവർത്തിക്കുന്നത്? അടുത്ത എന്തായി? നിന്നെ ശുശ്രൂഷിക്കും കരങ്ങളെ കൈക്കൊള്ളുക, നിൻ നാൾ പോയി മറയും മുമ്പ്. നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെ ശുശ്രൂഷിക്കുന്ന കരങ്ങളെ സ്വീകരിക്കുക. എങ്ങനെ സ്വീകരിക്കുന്നത്? നന്ദിയുള്ളവരായി, ഇല്ലേ? ഇന്ന് സാറാ പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നു. റോമർ 1 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവർ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തവരെ കൈവിട്ടെന്നാണ് വായിക്കുന്നത്. നന്ദി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ പ്രാഥമിക ലക്ഷണങ്ങളൊന്നാണ് നന്ദിയുള്ളവനായിരിക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവർക്ക് പോലും ഒന്ന് ചിന്തിച്ച് ചോദിക്കുക, വെള്ളത്തിനോട് അവസാനം ആരാ? കർത്താവാ. അത് നമ്മൾ എടുത്തിട്ട് ഒരാൾക്ക് കൊടുത്താൽ നമുക്കതിന് പ്രതിഫലം. നമ്മൾ മാത്രം നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെ പറഞ്ഞു, നിന്നെ ശുശ്രൂഷൻ കരങ്ങളെ കൈക്കൊള്ളുന്ന നിന്നാൾ പോയി മറിയും നന്ദിയോടെങ്കിൽ സ്നേഹ കൂട്ടായ്മ ദുഃഖമെന്നേ നിനക്ക് വേർപെടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മ നന്ദിയോടെ കൊടുത്താൽ നിനക്ക് ദുഃഖമില്ലാതെ വേർപെടാം. ഒരിക്കലൊരു പിതാവിൻ്റെ രോഗശൈലിയായി മരിക്കാനായി മരണത്തോട് അടുത്ത സമയങ്ങളിൽ കുറേ പേരെ വിളിച്ചു വരുത്തി ക്ഷമ ചോദിക്കാൻ. പുള്ളിക്ക് പോകാൻ പറ്റത്തില്ല. ആ മരണക്കടക്കെ കിടന്നുകൊണ്ട് വിളിച്ചു വരുത്തി ക്ഷമ പറഞ്ഞ് സെറ്റിലായി. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം യാത്ര പറയാൻ. ആ യാത്രയുടെ അവസാന നിമിഷം നമ്മൾ ആളെ അന്വേഷിച്ച് ഓടരുത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനു മുമ്പ് തന്നെ നമ്മുടെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിയിരിക്കണം. നമുക്ക് ആരോടും ക്ഷമ ചോദിക്കാനില്ല, ആരോടും ക്ഷമിക്കാനില്ല, ആരോടും നമ്മൾ ഫ്രീ ആയിരിക്കണം. വിളി കേട്ടാൽ അന്നേരം അതവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് മൂന്നാമത് പറഞ്ഞിരിക്കും, ഭാര്യ ഭർത്തൃ മാതാപിതാക്കളം ഉറ്റവർ വേർപിരിഞ്ഞ് മുമ്പേ. നമുക്കറിയത്തില്ല എപ്പോഴാണ് നമ്മൾ വേർപിരിഞ്ഞ് പോകുന്നതെന്ന്. പക്ഷെ അതിനു മുമ്പേ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കാട്ടുക നന്മ സ്നേഹം അത്യന്തം അനുദിനം അൻപിൻ പ്രവൃത്തികളാൽ. നമ്മുടെ ഉള്ളിൽ മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? പ്രവൃത്തിയിലൂടെ അത് കാണിക്കണം. അടുത്തതെന്താ? മോക്ഷയാത്രികരിൽ നീ വീഴ്ചകൾ കാണുകിൽ ഓർക്കാൻ നിന്റെ അനുഭവം. അല്ലേ? നമ്മുടെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പം നമ്മൾ പലപ്പോഴും പെട്ടെന്ന് മറ്റുള്ളവരെ വിധിക്കുന്ന, നമ്മളെ തന്നെ മറക്കും നമ്മൾ. നമ്മുടെ അനുഭവം എന്താ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എത്ര വട്ടം നിൻ കാലുകൾ ഇടറി താഴ്മയോടെ അതിനാൽ കാരുണ്യം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കണം. നമ്മൾ നമ്മുടെ വീഴ്ച പലപ്പോഴും മറന്നുപോകും. നമ്മൾ ഈ പരിശുദ്ധത്തിലേക്ക് വന്നിട്ട് മറ്റുള്ളവരെ നേരെ വിരൽ ചൂണ്ടുന്നത്. അടുത്തതെന്താ? മറ്റുള്ളവരെ വ്യസനിപ്പിച്ചിട്ടും കുറ്റപ്പെടുത്തലിൽ നേട്ടമെന്ത്? അശക്തരെ സഹിക്കുക വൈകാകിൽ നിർണയം നിൻ പ്രതിഫലം നഷ്ടം. അതുകൊണ്ട് ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഗലാത്യർ 6 തോന്നുന്നു. അപ്പോൾ നമ്മൾ ശക്തരാണെന്നുള്ള തെളിവെന്താ? മറ്റുള്ളവരുടെ ബലഹീനതകളെ, അവരുടെ വീഴ്ചകളെ സഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സാറിന് എന്തായിരുന്നു? അവരുടെ വീഴ്ചകളെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും.
അങ്ങനെയുള്ള എന്ത് സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പ്രതിഫലം നമുക്ക് നഷ്ടമാണ്. അടുത്ത എന്താ? ആത്മാവെ എത്ര ദുഃഖിപ്പിച്ചിട്ടും തൻ സ്നേഹം നിന്മേൽ എത്ര ചൊരിഞ്ഞു. അല്ലേ? നമ്മൾ 36 വായിക്കുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം അവന് ദുഃഖിച്ചു. എന്തുകൊണ്ടാണ് ദുഃഖിക്കാൻ കാരണം? സൃഷ്ടിച്ചപ്പം ദൈവം അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഗതി ദൈവത്തിനുണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവനതിന് വിരുദ്ധമായിട്ട് പോയതാ. കർത്താവിനെ, ദൈവത്തെ ദുഃഖിപ്പിച്ച്. ക്രിസ്തൻ മനസ്സേവർക്കും കാട്ടുക, സ്നേഹബന്ധങ്ങൾ ശക്തമാക്കുക. നമ്മുടെ സ്നേഹബന്ധങ്ങൾ ശക്തമാണോ? ഭാര്യഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കൾ മക്കളുമായുള്ള ബന്ധത്തിൽ, സൗരശവന്മാരുടെ ബന്ധത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പലപ്പോഴും സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കൊരു വ്യക്തതയില്ല. സ്നേഹബന്ധങ്ങൾ ശക്തമാക്കാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ദീർഘമായി ക്ഷമിക്കുക, ദയ കാണിക്കുക, ദോഷം കണക്കിടാതിരിക്കുക, എല്ലാം വിശ്വസിക്കുക, എല്ലാം പ്രത്യാശിക്കുക, എല്ലാം സഹിക്കുക. അങ്ങനെയാണോ നമ്മൾ? അതോ നമ്മൾ സഹിക്കാൻ പറ്റാതെ ഒരവസ്ഥയിൽ പോകാറുണ്ട് കുടുംബ ജീവിതത്തിലെ, ഈ സഭാ ജീവിതത്തിൽ? എനിക്കും പറ്റത്തില്ലെന്ന് പറയാറുണ്ട്. എനിക്ക് ആ സഹോദരനോട് ഒത്തുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി എടുക്കാൻ സഹോദരന്മാർ. അല്ല, ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവത്തെക്കുറിച്ച് 1 യോഹന്നാൻ 4 പറയുന്നു, ദൈവം സ്നേഹം തന്നെ. നല്ല എട്ടാന്ന് തോന്നുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം സ്നേഹം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവം ദീർഘമായി ക്ഷമിക്കുന്നു, ദൈവം ദോഷം കണക്കിടുന്നില്ല, ദൈവം ദയ കാണിക്കുന്നു, ദൈവം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. അപ്പൊ നമുക്ക് ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ അർപ്പിക്കും. നമ്മുടെ ഒരു പ്രത്യേക, നമ്മുടെ മനസ്സ് എവിടെ ആയിരിക്കുന്നത്? ഈ ഭൂമിയിലാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊലോസ്യർ 3:2 ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം. അതുപോലെ ഈ ഒരു യാത്രയെ യഥാർത്ഥ വഴി കണ്ടുപിടുത്തിയ ഒരാളുടെ പ്രത്യേകത എന്താണ്? തന്നെത്താൻ വിധിക്കും എന്ന് പറഞ്ഞാൽ, തന്നെത്താൻ വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് ഭാര്യഭർത്തൃ ബന്ധത്തിന് എന്താ തന്നെത്താൻ വിധിക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പം എൻ്റെ ഭാര്യ എന്നോട് അനുസരണക്കേട് കാണിച്ചു, അവിടെ ഞാൻ എന്താ ചെയ്യേണ്ടേ? ഞാൻ എന്നെ തന്നെ വിധിക്കുക വേണ്ടി എന്ന് പറഞ്ഞാൽ, അങ്ങനെ അനുസരണക്കേട് കാണിക്കുമ്പോൾ എന്നിൽ നിന്ന് എന്താ വരണ്ടേ? കർത്താവിൻ്റെ സ്വഭാവമാണ്. അതാണ് എന്നിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടി. സ്നേഹവും അല്ലെങ്കിൽ കരുണയും ദയയും ക്ഷമയൊക്കെയാണോ വരുന്നത്, അതോ കോപവും ക്രോധവും ഈർഷ്യയൊക്കെയാണോ വരുന്നത്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, തന്നെ താൻ വിധിക്കുന്നവനാരും വിധിക്കപ്പെടത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസിൽ പറഞ്ഞിരിക്കുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നമ്മളിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. ഞാൻ എന്നെ തന്നെയാണ് വിധിക്കേണ്ടത്. എൻ്റെ സഹോദരൻ തെറ്റായ വഴി പോകുന്ന കാണുമ്പം ഞാൻ എന്നെയാണ് വിധിക്കേണ്ടത്. എൻ്റെ സ്നേഹത്തിന് കുറവ് വരുന്നുണ്ടോ? ക്ഷമയ്ക്ക് കുറവ് വരുന്നുണ്ടോ? കരുണയ്ക്ക് കുറവ് വരുന്നുണ്ടോ? ഞാൻ അത് മൂടാൻ ശ്രമിക്കുന്നുണ്ടോ? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു, കവർ ചെയ്യുന്നതാണ്. ഞാൻ എന്നെ തന്നെ വിധിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്കത് മറയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ അസ്വസ്ഥന അതിനെക്കുറിച്ച്. അവിടെ എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ ശുദ്ധീകരണം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം. നിങ്ങളെ തന്നെ വിധിച്ചാൽ നിങ്ങൾ ന്യായവിധിയിൽ അകപ്പെടത്തില്ല. നമ്മൾ കോരിന്ത്യർ ലേഖനം 11 ഇത് വായിക്കുന്നുണ്ട്. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഇനി നമ്മൾ വിധിക്കപ്പെടുകയാണെങ്കിൽ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാനായിട്ട് ദൈവം നമ്മളെ വിധിക്കുക ചെയ്യുന്നത്. സരിസന്മാർ, ഇതാണ് നമ്മുടെ വിളി. ഒരു സഭയെന്നുള്ള നിലയിൽ ഒരു ശരീരമായി തീരുന്ന അങ്ങനെ അന്യനും വിധിക്കാതിരിക്കുമ്പം, അന്യന് ക്ഷമിക്കുമ്പം, കരുണ കാണിക്കുമ്പം, ദോഷം കണക്കിടാതിരിക്കുമ്പം. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദോഷം ചെയ്യുന്ന ഒരാളുടെ ദോഷത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ദോഷത്തെ മാത്രമല്ല, ആ ആളെയും കൂടെ അങ്ങ് വെറുക്കും. ഇനിയും പുള്ളിയായിട്ടൊരു കോണ്ടാക്ട് ഇല്ല, ഞാൻ ഇച്ചിരി മാറി നിന്നേക്കാം. അതൊരു വഞ്ചനയാണ്. അങ്ങനെയാണ് കർത്താവ് നമ്മുടെ അടുത്തെങ്ങാനും വരുമായിരുന്നു? ഇല്ല. കർത്താവ് നമ്മുടെ മാതൃക. ഭാര്യഭർത്തൃ ബന്ധത്തോടുള്ള ബന്ധത്തിൽ എഫെസ്യരിൽ വായിക്കുന്നു, കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ എങ്ങനെ സ്നേഹിച്ചേ? കുറ്റവും കുറവും വീഴ്ചയും പരാജയവും അപൂർണതയുള്ളപ്പം നമ്മളെ കൈക്കൊണ്ടു, അല്ലേ? ഇതെല്ലാത്തോടും കൂടിയാണ് നമ്മളെ കൈക്കൊണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടല്ല ദൈവം നമ്മളെ കൈക്കൊണ്ട്. ബട്ട് അങ്ങനെ തന്നെയാണ് സ്നേഹിക്കാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ എല്ലാം പരാജയമാണെന്നുള്ള കാര്യമാണ് സത്യം. നമുക്ക് അതുകൊണ്ട് നമ്മുടെ അരിഷ്ടത കാണാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ആത്മാവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ കണ്ണും തുറക്കണം, എനിക്ക് എന്നെ തന്നെ കാണാൻ. നമുക്ക് നമ്മളെ തന്നെ അറിയില്ല കേട്ടോ. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള നല്ല ചിന്തകളാണ് ഉള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര മോശമൊന്നും അല്ല, ഞാൻ കുറേ നല്ല, കാരണം ദൈവത്തിൻ്റെ പഠിപ്പിന് വിരുദ്ധമാണ്. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയില്ല. അത് കാണുന്നിടത്തിൽ നിന്നാണ് യഥാർത്ഥ രക്ഷ ആരംഭിക്കുന്നത്. നമ്മളെ തന്നെ കാണുക. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ
ഒരു നന്മയില്ല. പിന്നെന്തേ ഉള്ളൂ? തിന്മയേ ഉള്ളൂ. ആരിലെ നന്മയുള്ളൂ? ആത്മാവിൽ, ദൈവത്തിൽ. പിന്നെ കർത്താവിൻ്റെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് മനുഷ്യൻ പറഞ്ഞു, നല്ല ഗുരു, ജീവനെ അവകാശാൻ എന്ത് ചെയ്യണം? കർത്താവ് ആദ്യം മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എൻ്റെ സ്വർഗസ്വനായ പിതാവല്ലാതെ ആരും നല്ലവനില്ല. എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാനും നല്ലവനല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ പോലുള്ള ജഡത്തിൽ വന്നിട്ട് തന്നെ താൻ വിധിക്കുന്നതിൻ്റെ അന്തരമായിട്ടാണ് പറഞ്ഞു. ഒരാളേ ഉള്ളൂ നല്ലവൻ, സ്വർഗസ്വനായ പിതാവ്. ഈ സത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ നടത്തുന്ന, കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ സഹോദരന്മാരെ, നമുക്ക് ജീവിത ഗൗരവത്തോടെ എടുക്കുക. അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും ബാഹ്യതലത്തിലാണ് നിൽക്കുന്നത്. ഭക്തിയുടെ ഒരു വേഷത്തിലൊക്കെ നമ്മൾ തൃപ്തരാണ്. മറ്റുള്ളവർ പ്രശംസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ പൊങ്ങി, നമ്മളെക്കുറിച്ച് തന്നെ കൊള്ളാം, ഞാൻ നല്ലൊരു സഹോദരൻ, നല്ല സഹോദരിയുള്ള ചിന്തനാണ്. അതല്ല, നമുക്ക് നമ്മളെ തന്നെ കാണാം, കർത്താവിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഈ പൂർണ്ണതയിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കാം. അത് അതിനുള്ളൊരു വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ വഴി നടക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.